സോ ടീം മീറ്റ് ആവണി ആൻഡ് മുസ്ഫിറ. ആവണി തിരുവനന്തപുരത്ത് നിന്ന് അല്ലേ? മുസ്ഫിറ വന്നിട്ട് തിരുവല്ല. ഓക്കെ. സോ ഗൈസ് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം എന്താണ് ഇവരുടെ എക്സ്പീരിയൻസ്, ഫെഫുവിലെ എക്സ്പീരിയൻസ് ലാസ്റ്റ് 2 years and 1 year, right? ഫസ്റ്റ് ഇയർ. ഓക്കെ. സോ മീറ്റ് ആവണി. ആവണി, എന്താണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 2 വർഷമായി. കഴിഞ്ഞ കൊല്ലം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. സോ 2 years ഓഫ് കംപ്ലീറ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ ഉണ്ട്. സോ ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തതെല്ലാം നല്ലത് തന്നെയാണ്. എനിക്ക് അവിടെ മോശമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല. സോ ദ ഓൺലി തിങ് ഈസ് അബൌട്ട് ദ ക്ലൈമറ്റ്. സോ അത് മാത്രമേ ആകെ ഒരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ അഡാപ്റ്റ് ആയി വരുന്നുണ്ട്. സോ അതൊരു പ്രശ്നമല്ല. പിന്നെ ഇവിടെ അക്കാഡമിക്സ് വൈസ് ആണെങ്കിലും ലൈക്ക് എവറിത്തിങ് ഈസ് ഗുഡ്. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ റഷ്യ. പിന്നെ നമുക്ക് ഇവിടെ അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം നല്ലപോലെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നാളെ നമുക്കൊരു ടൂർണമെന്റ് ഉണ്ട്, ക്രിക്കറ്റ് ടൂർണമെന്റ്. സോ ഇവിടെ ലൈക്ക് നമുക്ക് ഇന്ത്യൻ സ്റ്റുഡന്റ് അസോസിയേഷൻ ഉണ്ട്. സോ നമുക്ക് കുറെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ISA എന്ന് പറയും. ഓൾമോസ്റ്റ് അത് 5 successful years കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുവഴി നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഈവൻ ഫോർ അക്കാഡമിക്സ് ആൻഡ് ഫോർ അതർ പല പല ഇതിൽ. ഇപ്പോൾ ഫുട്ബോൾ, വുമൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞുള്ളൂ. മെൻസിന്റെ ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി ഈ മെൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, മെൻസ് ക്രിക്കറ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. ഇവിടെ എങ്ങനെ വുമൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വുമൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇപ്പൊ നാളെ വരുന്നു. ഇങ്ങനെ ഇപ്പൊ ഫുട്ബോൾ കഴിഞ്ഞുള്ളൂ, ഇപ്പൊ ക്രിക്കറ്റ് വരുന്നു. മുമ്പ് ബാസ്കറ്റ് ബോൾ അല്ലെങ്കിൽ ഈ ഇതുണ്ടായിരുന്നു, ബാഡ്മിന്റൺ ഉണ്ടായിരുന്നു. അങ്ങനെ സോ മെനി ആക്ടിവിറ്റീസ് അവരുടെ വകയുണ്ട്. നമുക്ക് എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുക്കാം. മെയിൻലി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം മിസ്സായി പോയാൽ മെയിൻലി നമുക്ക് അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കൊടുക്കാം. ഒക്കെ പറയാം, ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം കാണുന്നില്ല, അവരത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ തരും. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റുഡൻസ് ഫുള്ളുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ ഇവര് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടേതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും വയ്യായ്മ വരണം. ഇപ്പോൾ ഒരു ഈ കൺട്രി റഷ്യൻ കംപ്ലീറ്റ്ലി ലാംഗ്വേജ്, അതായത് നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നാം. ലൈക്ക് ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ റഷ്യനാണ്. പക്ഷെ അതൊരു പ്രശ്നമേ അല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ. കാര്യം ഇന്ത്യൻ സ്റ്റുഡന്റ് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഇൻഫർമേഷൻ ഹെഡിനോട് പറയാം, അവർ ഹെൽപ്പ് ചെയ്യും ട്രാൻസ്ലേഷൻ ഒക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിന് മെയിൻലി ഫസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പേടി റഷ്യൻ ഡോക്ടേഴ്സ്. അപ്പൊ നമ്മൾ ISA ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരോടെങ്കിലും കോൺടാക്ട് ചെയ്താൽ അവർ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉള്ള ടൈമിൽ ഇവിടെ ആണെങ്കിലോ സിറ്റിയിലാണെങ്കിലോ ട്രാൻസ്ലേറ്റേഴ്സിനെ അവൈലബിൾ ആക്കി തരും. അതിന്റെ ഒരു ജോയിനിങ് ഫോർമാലിറ്റി എങ്ങനെയാണ്? ലൈക്ക് ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ഇവിടെ വിസ പ്രോസസിംഗ് ഒക്കെ നടന്ന സമയത്ത് നമുക്ക് സീനിയേഴ്സ് ആയിരുന്നു ഹെൽപ്പിന് വന്നോണ്ടിരുന്നത്. അപ്പൊ അവരാണ് നമുക്ക് ഗ്രൂപ്പ് ലിങ്ക് തരുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ മതി. ഫസ്റ്റ് ഇയേഴ്സ് കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഇവർ ഗ്രൂപ്പ് ലിങ്ക് ഇടാൻ നമ്മൾ ജോയിൻ ആവുക. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡേ ഇൻ എ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫ്രം മോർണിംഗ് ആൻറ്റിൽ നൈറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. നമുക്ക് ഡെയിലി ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഈ സ്റ്റാർട്ടിങ് 8 മണി തൊട്ട് 5 മണി വരെ കണ്ടിന്യൂസ് ക്ലാസ്. അങ്ങനെ സ്ട്രെസ് ആയിട്ടൊന്നുമില്ല. സംടൈംസ് ചിലപ്പോൾ ഉണ്ടാവും. ലൈക്ക് അത് എപ്പോഴും ഇല്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്ട്രെസ് വരുന്ന ഒരു ടൈമല്ല. കൂടുതലും ലൈക്ക് 2 or 3 ക്ലാസ് നമുക്കത് എന്താ പറയാ ഓക്കെ ആയിട്ടുള്ള ക്ലാസ് ആണ്. നമുക്ക് എല്ലാത്തിനും നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഈ മെഡിക്കോസ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം സ്റ്റഡി അങ്ങനെയല്ല. നമുക്ക് എല്ലാം നമുക്ക് കൂട്ടത്തിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും എല്ലാം നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നടന്നു പോകുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കും അങ്ങനെ ഹെക്ടിക് ഷെഡ്യൂൾ ഒന്നും ഇല്ല. വീക്ക്ലി ഫുൾ ക്ലാസ് ഉള്ളത് 1 or 2 days ഉള്ളായിരിക്കും കംപ്ലീറ്റ്ലി ഫുൾ ക്ലാസ് ഉള്ളത്. അല്ലാത്തപ്പം 1 hour അല്ലെങ്കിൽ 1 hour ഒക്കെ ഉണ്ടാവുള്ളൂ മെയിൻലി. പിന്നെ വീക്ക്ലി ഒരു ദിവസം നമുക്ക് അല്ലാണ്ട് ലീവ് വരുന്നുണ്ട്. വീക്ക് ഡേയ്സിൽ ക്ലാസ് ഇല്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ PT ക്ലാസ്സസ് ഉണ്ട്. PT is actually very helpful. നമുക്ക് ജിമ്മിലാണ് നമുക്ക് യൂഷ്വലി PT നടക്കാറ്. ഞങ്ങൾ കേട്ടു നിങ്ങൾ നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എല്ലാ വർഷം ഏത് ടൈമിലാണ് സാധാരണ പോവാറ്? നമുക്ക് ജൂലൈ ഓഗസ്റ്റ് ടൈമിൽ പോവാം. ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം നമുക്ക് ചിലപ്പോൾ ലെങ്ത് കൂടുതലാക്കി വരും, ചിലപ്പോൾ കുറവാക്കി വരും. ഓരോ ഇയറിനും ഡിഫറെന്റ് ഉണ്ട്. ഇപ്പോൾ 4th ഇയേഴ്സിന് ജൂൺ സ്റ്റാർട്ടിങ് തന്നെ അവർക്ക് തീരുന്നുണ്ട്. അവർക്ക് ഓൾമോസ്റ്റ് 4 മാസം അടുപ്പിച്ച് വെക്കേഷൻ ഉണ്ട്. ഫോർ സെക്കൻഡ് ഇയേഴ്സ് അവർക്ക് 2.5 മാസമേ ഉള്ളൂ. നമുക്ക് ഡിപ്പെൻസ് അപ്പോൺ
പിന്നെ എക്സ്ട്രാ കരിക്കുലർ വേറെ ആവണിയുടെ ഒക്കെ എക്സ്ട്രാ കരിക്കുലർ നമ്മളൊരു സാധനം കേട്ടിട്ട് ഇവിടെ ഒരു സാധനം കേട്ടിട്ടുണ്ടായിരുന്നു അതിനൊന്ന് പറയും. ആക്ച്വലി ആവണി ഓണ്ടർപ്രണർ ആണ് തോന്നുന്നത്. നല്ലൊരു കേക്ക് മേക്കർ ആണ്. ഓക്കെ പറയൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഒഫീഷ്യൽ കേക്ക് മേക്കർ ആണ് റിയലി? ഓക്കെ, ഇവിടുത്തെ ഇവന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആവണിയാണോ? ISAID ഇവന്റ്സിലും പിന്നെ നമ്മൾ ആരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം ആവണി ചേച്ചിനാണ് വിളിക്കല്. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അതിനോട് പറയൂ. അങ്ങനെ നാട്ടി വെച്ച് ഞാൻ ബേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അത് ബിസിനസ് ആയിട്ടൊന്നും ഇല്ല, ലൈക്ക് ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ജസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ചുമ്മാ ഉണ്ടാക്കി തുടങ്ങിയതാണ്. പിന്നെ അവസാനം ഓർഡർ ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് അങ്ങ് തുടങ്ങി. സമയം കിട്ടലുണ്ടോ? എല്ലാത്തിനും നല്ലപോലെ ടൈം കിട്ടുന്നുണ്ട്. എല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാം ഈക്വലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഡോർമെട്രീസിൽ മെയിൻ ഡോമിൽ തന്നെ നമുക്ക് ജിം ഒക്കെ ഉണ്ട്. അപ്പൊ ജിമ്മിന് പോകണം എന്നൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ജിം ഉണ്ട്. ഞങ്ങൾ അതുപോലെ ഇവിടെ കഫേ ഒക്കെ കാണാനുണ്ടായി. ഈ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ കഫേസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി അതൊക്കെ എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എപ്പോ വേണേലും പോവാം. ടൈമിംഗ് കാണും ഓരോ കഫേക്ക്. നമ്മൾ പോയ കഫേ നൈറ്റ് വരെ ഉണ്ട്. ഈ ബിൽഡിംഗ്സിനകത്ത് കഫേ മോസ്റ്റ്ലി 3 to 4 വരെ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിയർ ബൈ ഗ്രോസറി സ്റ്റോഴ്സ് ഒക്കെ എങ്ങനെ വരുന്നത്? ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടോ? ഇവിടെ മിനി മാർട്ട് അടുത്തുണ്ട്. ചില ഡോർമെട്രീസിന്റെ അടുത്തുണ്ട്. ലൈക്ക് ഇപ്പോൾ 9 ഡോർമെട്രിയിലുണ്ട്, 8ന്റെ അവിടെ ഉണ്ട്, 6ൽ അവിടെ ഉണ്ട്. അപ്പൊ ചില ഡോർമെട്രീസ് ഉള്ളവർക്ക് അടുത്തായിരിക്കും. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ദൂരമൊന്നും ഇല്ല. ഇപ്പം 9 എല്ലാവർക്കാണെങ്കിൽ 10ഉം 11ഉം ഒക്കെ അടുത്ത് നടന്നു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ചില ഡോമുകാർക്ക് തൊട്ടടുത്തുണ്ട് എന്നതേ ഉള്ളൂ. ബട്ട് ബാക്കിയുള്ളവർക്ക് അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. അതൊരത്ര എല്ലാം അവൈലബിൾ ആണ്. ഇല്ല. ഇതുപോലെ തന്നെ ഞാൻ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ഇവിടെ വരുന്നത്? ഇവിടെ നമുക്ക് ക്യാമ്പസിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഫുൾ ടൈം ഒരു രാവിലെ 8 to വൈകുന്നേരം 8 മണി വരെ ഫ്രീ ആയിട്ട് ക്യാമ്പസ് ബസ് ഉണ്ട്. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഡൗട്ട്, ഞാൻ ചില യൂണിവേഴ്സിറ്റി റഷ്യയിൽ പോകുന്നതിന് മുമ്പ് ലൈക്ക് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവിടുത്തെ സീനിയേഴ്സ് ചോദിച്ചപ്പോൾ നമുക്കൊരു 500 meters നടക്കാനുണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അല്ലെ 300 meters നമുക്ക് ഹോസ്റ്റലിൽ നടക്കണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെ നമുക്ക് ഒട്ടും നടക്കേണ്ട ആവശ്യമില്ല. കാര്യം ഫുൾ ടൈം നമുക്ക് രാവിലെ 8 to വൈകുന്നേരം 8 മണി വരെ ക്യാമ്പസ് ഫ്രീ ബസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് ഇൻ കേസ് ലേറ്റ് ആയ പോലെ നമുക്ക് ബസ്സിൽ പോയി ഇത് എന്നുള്ള, കാരണം ലേറ്റ് ആവുന്ന ഒരു ഇതില്ല, നമുക്ക് നടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ക്ലൈമറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ബസ് സർവീസ് ഉണ്ടാവും. ബസ് എപ്പോഴും ഉണ്ട്, ഫുള്ളി ഉണ്ടാവും. അങ്ങനെ സൺഡേസിൽ അങ്ങനെയൊന്നുമില്ല. സൺഡേ ടു സാറ്റർഡേ എവറി ടൈം അതുണ്ട്. 8 to 8 യെസ് 8 to 8 അതുണ്ടാവും. ഞങ്ങൾ ഇന്നലെ ആക്ച്വലി 8 o'clock ഞങ്ങൾ 7:55 ഫ്രണ്ടിൽ നിന്ന് കയറി ഞങ്ങൾ 8 o'clock ആകുമ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായി 8 o'clock വരെ ലാസ്റ്റ് ബസ്. 8 to 8 ഷെഡ്യൂൾ. അപ്പം 8 o'clock ക്ലാസ് ഉള്ള ടൈം കംപ്ലീറ്റ്ലി നമുക്ക് ബസ് ഫെസിലിറ്റീസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അത്ര ഈസിയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ വ്ളാഡിവോസ്റ്റോക്ക് ഒക്കെ പോകാറുണ്ടോ? സിറ്റി ഒക്കെ പോകാറുണ്ടോ? സിറ്റി ഒക്കെ പോയി കറങ്ങുന്നുണ്ട്. വ്ളാഡിവോസ്റ്റോക്ക് സിറ്റി എങ്ങനെയുണ്ട്? ഇത് കംഫർട്ടബിൾ ആണ്. നമുക്ക് ഞാൻ ചില യൂണിവേഴ്സിറ്റി നോക്കുന്ന ഈ സിറ്റിയുടെ ഒക്കെ നടക്കു പോകുന്നതിനെക്കാട്ടി ഇത് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ക്യാമ്പസിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. മറ്റാൾക്കാർ ഈ നമ്മുടെ ഈ റിസ്കി ഐലൻഡ് എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത്. അപ്പൊ ഐലൻഡ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഫെഫു ക്യാമ്പസ്, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് ഇത്. ലാൻഡ് ഏരിയ എടുത്തിട്ടുള്ള ഫെഫു ആണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഇങ്ങനെ അവിടുന്ന് ആ ബ്രിഡ്ജ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാലോ ഫെഫു ആണ് ഇങ്ങനെ വൈഡനായി കിടക്കുന്നത്. എത്ര ഒരു ബീച്ചിൽ നിന്ന് തന്നെ നമുക്ക് ക്യാമ്പസ് ഫുള്ളി. അതുപോലെ തന്നെ പിന്നെ വ്ളാഡിവോസ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെ ടൈം പാസ് ഈ വീക്കെൻഡ് എന്തെങ്കിലും ഉണ്ടോ? വീക്കെൻഡ് ഗെറ്റ് അവേസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലൊക്കേഷൻസ് ഉണ്ടോ നിയർ ബൈ? പ്രോഗ്രാം സെലിബ്രേഷനോ അങ്ങനെ എന്തെങ്കിലും പോയിന്റ് ഓഫ് നമുക്ക് മെയിൻലി ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. ബട്ട് നമ്മളങ്ങനെ നമ്മുടെ ക്യാമ്പസ് തന്നെ അത്ര ഇതായതുകൊണ്ട് നമ്മൾ ക്യാമ്പസിൽ തന്നെ മെയിൻലി നമുക്ക് ഇവിടെ അടുത്ത് ബീച്ച് തന്നെ ഉണ്ട്. ബീച്ച് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നാണെങ്കിൽ ബീച്ച് സ്ക്വയറിൽ പോകും. ബീച്ച് ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്യാമ്പസ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇവിടെ പോണ്ട് ലേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഒക്കെ പോയിരിക്കാൻ ഭയങ്കര രസമാണ്. അതുപോലെ ഡോൾഫിൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു. ഒരു പുതിയ അക്വേറിയം ഇവിടെ ഉണ്ട്, ഓഷനേറിയം ഉണ്ട് ഇവിടെ. അപ്പോ ഡോൾഫിൻ ഷോ അങ്ങനെ കുറെ വലിയൊരു ഓഷനേറിയം ആണ്. അപ്പോൾ അവണി നമ്മളുടെ ഈ അക്കാഡമിക്സിൽ അഡീഷണൽ ആയിട്ട് അവനിക്ക് പിന്നെ എന്താണ് പറയാനുള്ളത് ഫെഫുല്? നമുക്കിവിടെ കുറേ ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ മാത്രം പഠിച്ചിട്ട് പോവാം. അതല്ലാണ്ട് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമുക്ക് സർജറി ക്ലബ്ബ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ തെറാപ്പി ക്ലബ്ബ് എന്നുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് RSMV എന്നും പറയുന്നുണ്ട്. അതൊരു മെഡിക്കൽ വോളണ്ടിയറിംഗ് ആണ്. നമുക്ക് ഫസ്റ്റ് എയ്ഡിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഇത് ഈ പറഞ്ഞ എല്ലാ ക്ലബിനും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മളത് അച്ചീവ് ചെയ്ത ഫൈനൽ സ്റ്റേജ് വരെ. സോ ഞാനിതിൽ സർജറി ക്ലബ്ബിൽ ഉണ്ടായിരുന്നു ആസ് എ മെമ്പർ.
സോ അതിൽ 4 സ്റ്റേജും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു, ഇന്റർ ക്ലബിലായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ റിയൽ ഓർഗൻസ് തരും നമുക്ക് സ്യൂച്ചറിങ്ങിനൊക്കെ. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്റർ ക്ലബിലായ, നമുക്ക് ഇന്റർ ക്ലബും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് നമുക്കിവിടെ ഖബറോസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകും. സോ അതിൽ നമ്മൾ അവിടെ ഒരു ഒരു ഒളിമ്പിയാഡ് പോലെയാണ്, ഒരു മെഡിക്കൽ ഒളിമ്പിയാഡ് പോലെയാണ്. അതിൽ നമ്മൾ വിൻ ചെയ്ത് നമുക്ക് മോസ്കോയിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇത്തവണ നമ്മുടെ ഫെഫ് തന്നെയാണ് ഇവിടുത്തെ ഇതിലും പാസ്സായത്. ആൻഡ് ഇവിടുന്ന് ഒളിമ്പിയാഡ് ഖബറോസ്കിൽ പോയി അതിലും പാസ്സായി. ഇത്തവണ അവർ മോസ്കോയിലും പോയി. മോസ്കോയുടെ അവിടെ അത് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മളെല്ലാം യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ഫുൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. ഇവിടുന്ന് മോസ്കോ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ട്രാവലിംഗ് ജേർണി, ഒരു ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ 9 hours ഫ്ലൈറ്റ് ഓൾമോസ്റ്റ്. അത് അവിടുത്തെ ഫുഡും കാര്യങ്ങളും നമുക്ക് ഫുള്ളി സ്റ്റേ, എന്താ നമുക്ക് അവിടെ ഫുൾ കറങ്ങും എല്ലാം ചെയ്ത് എല്ലാം നമുക്ക് ഈ പറഞ്ഞ വിത്ത് സ്റ്റഡി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ ഈ മെഡിക്കൽ വോളണ്ടിയറിംഗ് RSME എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടെ ഉണ്ട്. സോ അത് നമുക്കിങ്ങനെ ഓരോരുത്തർക്ക് മെഡിക്കൽ വോളണ്ടിയറിംഗ് ആയിട്ട് നമുക്കത് കുറച്ച് ഒരു 1 month ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കൊരു ടെസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ ഒരു എമർജൻസി പറയുമായിരിക്കും, ഒരാൾക്ക് ഇങ്ങനെ കുത്തുകൊണ്ട് വീണു അല്ലെങ്കിൽ ആക്സിഡന്റ്, ടാസ്ക് ആയിരിക്കും. അവർ ചിലപ്പോൾ ഇങ്ങനെ പറയും, ചിലപ്പോൾ ഒരാൾ ആക്സിഡന്റ് വന്നു വീണു, എന്നിട്ട് വീണിങ്ങനെ ഒരു ഡെമോ പോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ മൊമെന്റിൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പോലെയാണ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്കത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ലൈക്ക് നാട്ടിൽ പോയിട്ട്, നമുക്ക് നാട്ടിൽ ഇപ്പോൾ ഒരു FMG പാസ്സായിട്ട് നാട്ടിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ CV-യുടെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ അഡീഷണൽ എല്ലാ അക്കാഡമിക്സിന്റെ സർട്ടിഫിക്കറ്റ്സും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. നല്ല കാര്യമല്ലേ അങ്ങനെ ഫെഫ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു ആക്ച്വലി. ഓക്കേ, ഓൾറൈറ്റ്. പിന്നെ ചാൻസ് കിട്ടിയെന്നുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച്? എനിക്ക് സർജറി ക്ലബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അടുത്ത വർഷം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ കിട്ടുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ഇവിടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇപ്പോൾ നാട്ടിൽ FMG എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെക്കുമെന്ന് പറഞ്ഞു. ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഹൈലൈറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടോ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട്? ഇപ്പോൾ നാട്ടിൽ ഇവിടെ PG ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൂടാതെ ഇതുപോലെ നമുക്ക് അക്കാഡമിക്കലി നമ്മൾ കിട്ടുന്ന ഓരോ സർട്ടിഫിക്കറ്റ്സിനും എക്സ്ട്രാ പോയിന്റ്സ് ആണത്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഗുണം ഇവിടെ PG പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറേ ആൾക്കാർ, ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ട്. സോ അവർക്ക് അത് റീസെർച്ച് പർപ്പസിനും അല്ലാണ്ടുള്ള ഓരോ കാര്യത്തിനായിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള ഓരോ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇതൊക്കെ. സോ അപ്പോൾ അത് ഓരോ നമുക്ക് മാക്സിമം നമുക്ക് കുറേ പരിപാടികൾക്ക് നമുക്ക് ചെയ്യാം, അതിന് ലിമിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് പോലെ നമ്മൾ പഠിച്ചെടുക്കും ഓരോ കാര്യങ്ങൾ. സോ അത് നമുക്ക് തന്നെയാണ് അവസാനം ബെനിഫിറ്റ് ആയിട്ട് വരിക. മോസ്ഫിയർ നെക്സ്റ്റ് സെക്കൻഡ് ഇയറിലേക്ക് വരാണ്. മോസ്ഫിയർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ നാട്ടിലൊക്കെ പോകാനുള്ള പ്ലാനിങ് ആണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ നിങ്ങൾ ട്രാൻസിറ്റ് ഒക്കെ എങ്ങനെ വരാറ്? ഇവിടുന്ന് നിങ്ങൾ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് എങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ നാട്ടിലേക്ക്? ഡൊമസ്റ്റിക് വ്ളാഡിവോസ്റ്റോക്ക് ടു മോസ്കോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. പിന്നെ അവിടുന്ന് ഞാൻ എടുത്ത ഫ്ലൈറ്റ് മോസ്കോ ടു അബുദാബി, അബുദാബി ടു ട്രിവാൻഡ്രം. എക്സൈറ്റഡ് ആണ് തോന്നുന്നു. എനിവേ നൈസ് ടു മീറ്റ് യു ഗയ്സ്. അവിടെയാണ് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട്. 2 വർഷം. അതെ. ഓ റിയലി? ഓക്കെ, എനിവേ ഓക്കെ, നൈസ് ടു മീറ്റ് യു. നാട്ടിൽ വെച്ച് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.